ഫോട്ടോയിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫ്ലെക്സ് ബാനർ കണ്ണൂർ ഉളിയിൽ പാലത്തിന് സമീപം പുതുതായി തുടങ്ങിയ വാഹന വിൽപ്പനയ്ക്കുള്ള കച്ചവട സ്ഥാപനത്തിന് മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടതാണ്. ഹിന്ദുത്വ ഭീകരർക്ക് വിൽപ്പനയ്ക്കില്ല എന്ന് അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഹിന്ദുവിനെ ഭീകരർ എന്ന് പറയുന്നു, അവർക്ക് അത് വിൽക്കില്ല എന്നും. ഇനി ആ ഫ്ലെക്സ് ബോർഡ് ആര് വെച്ചിരിക്കുന്നു എന്നൊന്ന് നോക്കൂ. SIO അഥവാ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. ഈ SIO എന്താണ് ചെയ്യുന്നത് എന്നും അതെന്താണ് ഇവിടെ പ്രചരിപ്പിക്കുന്നതെന്നും ഏവർക്കും അറിയാലോ. 1982 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ വിദ്യാർത്ഥി സംഘടനയായ SIO സ്ഥാപിതമാകുന്നത്. ഏതോ രാജ്യത്ത് നിന്ന് അധിനിവേശ ശക്തികളായി ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ ഹിന്ദു സമൂഹം അവർക്ക് ഒരിടം നൽകി. അവിടെ പെറ്റുപെരുകി ഭാരതം മുഴുവൻ വ്യാപിച്ചപ്പോൾ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് ഇപ്പോൾ ഭാരതത്തെ തന്നെ കൈപ്പിടിയിലാക്കാൻ നോക്കുകയാണ് അവർ. ഈ കഴിഞ്ഞ ദിവസം ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് കണ്ണൂരിലെ ഉളിയിൽ പ്രവർത്തിക്കുന്ന ഈ യൂസ്ഡ് കാർ ഷോറൂമിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു വന്നത്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി സംഘടനയായ SIO അവിടെ നിസ്കാരം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ മുന്നിലായാണ് റോഡരികിൽ കൂടി കടന്നു പോകുന്ന ഏവർക്കും ഈ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുന്ന രീതിയിൽ അവർ അവിടെ ആ ഫ്ലെക്സ് വെച്ചത്. എന്നാൽ ഈ ഫ്ലെക്സ് വെച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് സമൂഹ മാധ്യമത്തിൽ ഒന്നടങ്കം പ്രചരിക്കുകയും അത് ഏറെ ചർച്ചയാവുകയും ചെയ്തപ്പോൾ അവർ അവിടെ ആ ഫ്ലെക്സ് ബോർഡ് അഴിച്ചു മാറ്റി എന്ന് വേണം കരുതാൻ. കാരണം പിറ്റേ ദിവസം ഞങ്ങളുടെ സംഘവുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറയും പോലെ അവിടെ അത്തരത്തിൽ ഒരു ഫ്ലെക്സ് ബോർഡോ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ വന്ന നമ്മെ തന്നെ ഭീകരരെന്ന് മുദ്ര കുത്താനും അതിത്ര പരസ്യമായി അവിടെ വെക്കാനും വന്ന ആ ധൈര്യം നമ്മൾ വെറുതെ അങ്ങ് തള്ളിക്കളഞ്ഞുകൂടാ. ആ കടയുടെ മുൻപിൽ ഹിന്ദുത്വ ഭീകരം എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് നിങ്ങൾ സാധനങ്ങൾ വിൽക്കില്ല എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ തളർത്തിക്കളയാം എന്നത് സുഡാപ്പികളുടെ വെറും മിഥ്യാധാരണ മാത്രമാണ് എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഭാരത മണ്ണിൽ ഹിന്ദു സമൂഹം നിങ്ങൾക്കൊരു മാന്യമായ സ്ഥാനം നൽകി എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ തറവാട്ട് കാര്യമാണ് എന്ന് നിങ്ങൾ കരുതരുത്. പറ്റിപ്പോയ അബദ്ധങ്ങൾ ഹിന്ദുക്കൾ ഇപ്പോൾ ആവർത്തിക്കും എന്നും നിങ്ങൾ കരുതേണ്ട. ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്തെ മണ്ണല്ലാതെ നിങ്ങൾക്കുള്ളതുപോലെ മറ്റൊരു രാജ്യത്തും ഒരു പിടി മണ്ണ് പോലുമില്ല. തങ്ങളുടെ വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭാരത മണ്ണ് എന്ന ധാരണ ഏറെക്കുറെ ഹിന്ദുക്കൾക്കുണ്ടാകാൻ നിങ്ങൾ തന്നെ അവസരം നൽകുന്നതിൽ പെരുത്തു നന്ദിയുണ്ട്.